പ്രിയമുള്ളവരെ, ജനുവരി 22 കേരളം ഉൾപ്പെടെ SIR പ്രോസസ്സ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഡ് ലൈനാണ്. ജനുവരി 22-നുള്ളിൽ SIR കരട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകൾ സഹിതം അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരല്ലാതെയായി മാറുന്ന ഗുരുതരമായ പ്രതിസന്ധിക്കാണ് കളമൊരുങ്ങുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ട് ചേർക്കലല്ലേ എന്ന ലാഘവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ വേഗത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ പങ്കാളിയാവാം എന്നുള്ളതാണ് നിങ്ങളുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസറെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങൾ SIRൻ്റെ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇനി ഉൾക്കൊള്ളാൻ വേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കും. ഓൺലൈനായി മറ്റും നിങ്ങൾക്ക് അപേക്ഷിക്കാം, പക്ഷേ വേഗത്തിൽ BLOയുമായി ബന്ധപ്പെടുന്നതാണ് നല്ലത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കൂടെയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടും തന്നെ അമാന്തിക്കാതെ SIRൻ്റെ ഫൈനൽ ലിസ്റ്റ് പുറത്തിറങ്ങുന്ന ഫെബ്രുവരി 21 ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 2002 SIR കരട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരായ പിന്നീട് പല തവണകളിലായി വോട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും അത്തരം ആളുകളും ഫോം 6 വഴി അപേക്ഷ നൽകി SIR ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ 2002 കരട് ലിസ്റ്റിലുള്ള നിങ്ങളുടെ രക്ഷിതാക്കളുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ SIR ഡീറ്റെയിൽസ് കൂടി ചേർക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വോട്ടർ പട്ടികയിലും SIR ലിസ്റ്റിലും അംഗത്വം ലഭിക്കും. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അവർ നാട്ടിലുള്ളവർ ഫോം 6 മുഖേനയും നാട്ടിലില്ലാത്തവർ ഫോം 6A മുഖേനയും അപേക്ഷകൾ നൽകിക്കൊണ്ട് ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റിൽ വരുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. SIRൻ്റെ കരട് ലിസ്റ്റിൽ 2,52,00,000 പേരാണ് നിലവിലുള്ളത്. കേരളത്തിലെ അഡൽട്ട് പോപ്പുലേഷനിൽ 2,82,00,000 പേർ ഉണ്ടെന്നാണ് കണക്ക്. ജനുവരി 15 വരെ 7 ലക്ഷം പേരാണ് ഓൺലൈനായി SIRന്റെ ഫൈനൽ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി ഒരാഴ്ചക്കകം 24 ലക്ഷം പേർ കൂടി ഈ പ്രോസസ്സിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടും തന്നെ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ അശ്രദ്ധയുണ്ടാവരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന പൗരത്വ രേഖ എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ SIRൻ്റെ ഈ വോട്ടർ പട്ടിക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആസാമിൽ അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ പിൻവാതിലൂടെ നടപ്പിലാക്കിയ പൗരത്വം SIRലൂടെ കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷനിലൂടെ നടപ്പിലാക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യേണ്ട രേഖകളിൽ 13ാമതായി പറയുന്നത് ബീഹാറിലെ SIR രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു പൗരത്വ രേഖയായി മാറി എന്നുള്ളതാണ്. ലൈസൻസ് പോലെ, പാസ്പോർട്ട് പോലെ ആളുകളുടെ തിരിച്ചറിയൽ രേഖയായി മാറുകയാണ്. അതുകൊണ്ട് അതിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.